ആ നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കരടി പിടുത്തം. കരടി വെറും കരടിയല്ല, ഹിമക്കരടി. ധ്രുവപ്രദേശങ്ങളിലൊക്കെ കാണുന്ന കരടികൾക്കാണ് ധ്രുവക്കരടികൾ, ഹിമക്കരടികൾ എന്നൊക്കെ പറയും. മഞ്ഞ മൂടി കിടക്കുന്ന സ്ഥലമല്ലേ ഈ ധ്രുവപ്രദേശം. ഇത് ഉത്തരധ്രുവവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് കേട്ടോ. നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, വളരെ സരസനായൊരു കാഥികനാണ് മുഞ്ചാസൻ. ആ മുഞ്ചാസൻ തന്നെ കഥാപാത്രമായിട്ട് കഥ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണിത്. മുഞ്ചാസൻ കഥ എന്നാണ് പറയുക. കഥകൾ പല വിഭാഗമുണ്ടല്ലോ. ഐതിഹ്യ കഥകളുണ്ട്, പുരാണ കഥകളുണ്ട്, വീരകഥകളുണ്ട്, ഭാരത കഥകൾ, മഹാഭാഗവത കഥകൾ, വടക്കൻ പാട്ടിലെ കഥകൾ, സരസ കഥകൾ, വീരകഥ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ. അതിലൊന്നാണ് ഈ മുഞ്ചാസൻ വിഭാഗം. ബീർബൽ കഥകളൊക്കെ പോലെ എല്ലാം ഒരുമാതിരിയൊക്കെ നർമ്മബോധമുള്ള കഥകളാണ്. നമുക്ക് കേൾക്കുമ്പോൾ ചിരിക്കാം, പലതും സത്യമൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ പറയുന്നത് ഒരു മുഞ്ചാസൻ കഥയാണ്. ഈ മുഞ്ചാസന് ദിവസവും കഥ പറയണം. ഒരു ദിവസം മുഞ്ചാസന് കഥ പറയാനായിട്ട് വൈകുന്നേരം രാത്രി അതുവരെ കഥകളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു കഥ പറയാണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ചാടിപ്പടഞ്ഞ് എണീറ്റു. എന്നിട്ട് ഇങ്ങനെ മനോരാജ്യത്തിൽ ഇങ്ങനെ കാണുകയാണ്. ധ്രുവപ്രദേശത്ത് താൻ പോയി എന്നും അങ്ങനെ മുഞ്ചാസൻ തന്നെ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. പോണത് എന്തിനാണെന്നറിയാമോ? ഒരു 3-4 ഹിമക്കരടികളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ. എന്താ കാര്യം? ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ വല്ല കുളത്തിൻ്റെ അടുത്തൊക്കെ പുഴയുടെ അടുത്തൊക്കെ ഇരുത്തിയാൽ മതി. ഈ ഹിമക്കരടികളുണ്ടല്ലോ, അസാമാന്യ സാമർഥ്യമുള്ളവരാ. എന്ത് കാര്യത്തിന്? മീൻ പിടിക്കാൻ. ഒരെണ്ണത്തിനൊരു തടാകത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയ വൈകുന്നേരം അവിടെ ഇരുന്നിട്ട് ഈ ഓടി കിടക്കുന്ന മീനുകളെയൊക്കെ വെള്ളത്തിൽ ഈ വലിയ മഞ്ഞ പ്രദേശത്ത് ജനിച്ച് വളർന്നവരാണ്ട് അവർക്ക് വെള്ളത്തിലൊന്നും ഒരു പേടിയില്ല, ഒരു തണുപ്പില്ല, ഒന്നുമില്ല. പോയി കൈകൊണ്ട് പിടിച്ച് മീൻ പിടിച്ച് ഒരു പാത്രത്തിലാക്കി സന്ധ്യ ആകുമ്പോഴത്തേക്കും കൊട്ട നിറയെ മീൻ മത്സ്യം പിടിച്ച് വയ്ക്കും. അപ്പോൾ ഒരു 4 ഹിമക്കരടിയെ കിട്ടുകയാണെന്നെനിക്ക് കൊണ്ടുവന്നാൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മത്സ്യം പിടിച്ച് ജീവിക്കാമല്ലോ എന്ന് കരുതി മുഞ്ചാസൻ ഉത്തരധ്രുവത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ മഞ്ഞുകട്ടയിൽ കൂടെ നടന്ന് മഞ്ഞുകട്ട എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളമൊക്കെ വലിയ കട്ടയായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാം. എങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വല്ല വെള്ളമുണ്ടെങ്കിൽ ഇപ്പോഴും താഴത്തേക്ക് പോകട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ കരടി കേട്ടില്ല. ഇതെന്തൊരു കഷ്ടമാണപ്പം. അങ്ങനെ ഇരിക്കുമ്പോൾ പുറയിൽ ഒരു തമ്മി കുച്ചു എന്ന് വർത്തമാനം പറയണ ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ 4 കരടി ഹിമക്കരടി തൻ്റെ പുറകെ വരുമ്പോൾ അവർ വിചാരിക്കണേ ഇതിനിപ്പോൾ ഇവനെ പിടിച്ച് തിന്നണം എന്ന് വിചാരിച്ചിട്ടാണ് നടന്നത്. അങ്ങനെ വരുമ്പോൾ മുഞ്ചാസനെ പേടിയായി. ഒന്നും കൂടെ വേഗം സ്പീഡ് കൂട്ടി നടത്തത്തില്ല. കുതിരകളും കരടികളും സ്പീഡ് കൂട്ടി. ഈ മഞ്ഞിന് ജനിച്ച് വളർന്ന് ഓടി നടന്ന് കളിച്ച് വളർന്ന കരടികളുടെ അത്രയ്ക്ക് വേഗതയൊക്കെ ഈ നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്ന മുഞ്ചാസനുണ്ടാവുമോ? മുഞ്ചാസന് ഒരു രക്ഷയിലായിട്ട് വന്നു ഇപ്പം പിടിക്കും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ മുഞ്ചാസൻ രണ്ടും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൽപ്പിച്ച് കൂട്ടിയിട്ട് ഒറ്റ ചവിട്ടാണ്ട് ചവിട്ടി ഇതെവിടെയാണ്? മഞ്ഞുകട്ട ഇങ്ങോട്ട് പൊട്ടി ഒരു വിടവുണ്ടായി. വിടവി കൂടെ മുഞ്ചാസൻ ബിളും താഴെ വെള്ളത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു കമ്പിളി പുതപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പ് ബാധിച്ചില്ല. ഹിമക്കരടികളൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മുഞ്ചാസനെ കാണാനില്ല. എന്ത് ചെയ്തു? അവർ ചുറ്റും സ്ഥലമൊക്കെ ഇത്ര പെട്ടെന്ന് വരെ എവിടെ പോയി എന്ന് വിചാരിച്ച് ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വിടവ് കണ്ടു. മഞ്ഞുകട്ട വന്നിരിക്കുന്നു. ഇവരിതിൻ്റെ കീഴ്പ്പെട്ടേക്ക് ചാടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കരടി എന്ത് ചെയ്തു? ഒത്തിരി പുറകോട്ടം കണ്ട് മാറി ആഞ്ഞൊരു ചാട്ടം ബ്ലും വെള്ളത്തിലേക്ക്. അത് കണ്ട് 2ാമൻ ചാടി, 3ാമൻ ചാടി, 4ാമനും ചാടി. കരടികളും മുഞ്ചാസനോടൊപ്പം. അപ്പോഴേക്കും മുഞ്ചാസൻ കുറച്ചങ്ങോട്ട് നീന്തി പോയിട്ടുണ്ടായിരുന്നു. നീന്തി പോയി മറ്റൊരു പെടുകണ്ട് പതിക്കൂടെ തലയങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് ചുറ്റും നോക്കിയപ്പോൾ എന്താ? ഭാഗത്ത് മഞ്ഞുകട്ടയുടെ മുകളിൽ കരടികളെ ഒന്നും കാണാനില്ല. എല്ലാ എണ്ണങ്ങളും വെള്ളത്തിലേക്ക് ചാടിയെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും ഐസ് വെള്ളത്തിൽ വീഴും. എല്ലാവരും അങ്ങനെ നടന്നു. പെട്ടെന്ന് ഈ കരടികളൊക്കെ ഐസ് വെള്ളത്തിൽ അവർക്ക് തണുപ്പൊന്നും വലിയ പ്രശ്നമല്ലല്ലോ, അവരവിടെയൊക്കെ ജനിച്ച് വളർന്നിട്ടുള്ളവരല്ലേ. കൂട്ടം തന്നെ വരുന്നത് ഈ ഒരു
കരടികൾ തമ്മിൽ അങ്ങോട്ട് കൂട്ടിയിടിച്ചു. ഒരു കരടി അങ്ങോട്ട് വീണതിൻ്റെ മീതെ അടുത്ത കരടിയും വീണു. അവരുടെ ആ കൂട്ടിയിടി വളരെ നല്ല സ്ട്രോങ് ഇടിയായിപ്പോയി. പിന്നെ അവന്മാരെയൊക്കെ വേഗം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ, ഇതുപോലെ വലിച്ച് മഞ്ഞുകട്ട കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞു. മഞ്ഞുകട്ട വെള്ളത്തിൽ വീണിട്ട് മുകളിൽ തല പൊക്കി നോക്കിയപ്പോൾ മുകളിൽ അനക്കമൊന്നും കണ്ടില്ല. അപ്പം ഇവർ ചാടാനായിട്ട് ചാടിയെങ്കിലും കീഴ്പ്പട്ടയ്ക്ക് അങ്ങോട്ട് വീണെങ്കിലും അതൊരു ചെറിയ മഞ്ഞുകട്ടയമ്മ തന്നെ വീണ്. ചുരുക്കത്തിൽ മുഞ്ചാസം വന്ന് നോക്കുമ്പോണ്ട 4 കരടികളും ഈ മഞ്ഞുകട്ടയുടെ മുകളിൽ ബോധം കെട്ട് കിടക്കുക. അതുങ്ങളുടെ ബോധം പോയി. ബോധം കെട്ട വഴിക്ക് വേഗം മുഞ്ചാസൻ എന്ത് ചെയ്തു, താൻ കരുതി കൊണ്ടുവന്നിരുന്ന കയറെടുത്തിട്ട് എല്ലാത്തിനെയും ഓരോന്നിനെയും മുൻകാലുമ്മ കഴുത്തിലങ്ങോട്ട് കയറിട്ട് കുടുക്കി അങ്ങോട്ട് റെഡിയാക്കി പതുക്കനെ പിടിച്ച് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ബോധക്കേടൊക്കെ മാറി. ബോധക്കേട് മാറിക്കഴിഞ്ഞപ്പോൾ ഒക്കെ എന്താ, എല്ലാവരുടെ കഴുത്തിലും കയറിട്ട് കഴിഞ്ഞു മുഞ്ചാസൻ. കയറ് വലിച്ചുകൊണ്ട് ഇവയെ നടത്തിക്കൊണ്ട് നാട്ടിലേക്ക് ഇഞ്ഞ് പോന്നു. ഈ കരടികളെ മുഞ്ചാസിന് 4 കിട്ടിയേ. ആ 4 കരടികളെ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് നാളൊക്കെ ഒന്ന് പരിശീലിപ്പിച്ചു. മീൻ പിടിക്കാനൊക്കെ. മീൻ പിടിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഈ കുളത്തിൽ നിന്ന് പിടിക്കണ്ടേ ഇവർക്ക്. അതിന് വേണ്ടിയിട്ട് മാറി മാറി ഓരോ കളിയിൽ. എന്തിനാ പറയണു, പുഴയിൽ നിന്നായിട്ടും കുളത്തിൽ നിന്നായിട്ടും തടാകത്തിൽ നിന്നായിട്ടും ഈ കരടികളെ കൊണ്ടുവന്ന് ഇരുത്തി ഒരു മരത്തെ കെട്ടിടും, കുളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടും. ഓടി പോയാൽ പറ്റില്ലല്ലോ. അങ്ങനെ മീൻ പിടിച്ച് ഇവരെ വച്ച് മത്സ്യം പിടിച്ച് മുഞ്ചാസൻ 8-10 കൊല്ലം പണിയൊന്നും എടുക്കാണ്ട് സുഖമായിട്ട് അങ്ങോട്ട് ജീവിച്ചു. ഇതാണ് ഇന്നത്തെ കഥ. ഇന്നത്തെ കഥ ഈ മുഞ്ചാസൻ കഥ കരടിപിടുത്തം. മുഞ്ചാസൻ്റെ കരടിപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാൻ, വേണ്ട പോട്ടെ, കരടിപിടുത്തം. കരടിയെ പിടിക്കണ വിധമാണത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.